ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്ട്സിനെ എങ്ങനെ ഒരു മെത്തേഡിൻ്റെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ കൂടി നോക്കാം. കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഐ ഹോപ്പ് നിങ്ങളിത് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവർക്കും കുഴപ്പമില്ല, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്രോച്ചിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫങ്ഷൻ ഉണ്ട് എങ്കിൽ ആ ഫങ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു വാല്യൂവിനെ കൊടുക്കുമ്പോൾ ആ വാല്യൂവിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിനെ നമ്മൾ കോപ്പി ചെയ്തിടുന്നത് ഒരു ഫോർമൽ പാരാമീറ്റർ എന്ന് പറയും. ആ ഫോർമൽ പാരാമീറ്ററിൽ വരുത്തുന്ന ചേഞ്ചസ് ഒന്നും നമ്മുടെ ആക്ച്വൽ വാല്യൂസിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് കോൾ ബൈ വാല്യൂ. ഇപ്പോൾ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പോൾ എനിക്ക് എ എന്ന വാല്യൂവിനെ ഒരു ഫങ്ഷന് അയച്ചു കൊടുക്കണം. ഇത് മെയിനിലാണുള്ളത്. മെയിനിൽ ഐ ഹാവ് എ വാല്യൂ നെയിംഡ് എ. ഈ എയിനെ എനിക്കൊരു ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ബോക്സ് എന്ന ക്ലാസ് ഉണ്ട്. ബോക്സിൻ്റെ ഒരു മെത്തേഡിലേക്ക് എനിക്ക് അയച്ചു കൊടുക്കണം. വോളിയം എന്ന മെത്തേഡിലേക്ക് എനിക്ക് അയച്ചു കൊടുക്കണം. ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. എനിക്ക് എൻ്റെ എയിനെ റിസ്ക് ചെയ്യാൻ താല്പര്യമില്ല. എയിന് എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു, എയിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി. ഈ കോപ്പീനെയാണ് ഞാൻ ഈ ബോക്സിലേക്ക് അയക്കുന്നത്. ഇവിടെ വച്ച് ഞാൻ എയിൻ്റെ വാല്യൂവിനെ 5 കൂട്ടി A+5 എന്നാക്കി. സ്റ്റിൽ എൻ്റെ കയ്യിലുള്ള കോപ്പീനെയാണ് ഞാൻ മാറ്റം വരുത്തുന്നത്. എൻ്റെ കയ്യിലുള്ള കോപ്പീനെ മാറ്റം വരുത്തിയാൽ ഇവിടെ നമ്മുടെ മെയിനിൽ അത് അഫക്റ്റ് ചെയ്യില്ല. അതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എപ്പോഴും നമ്മളൊരു ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഉള്ള പല പ്രോഗ്രാംസിലും നമ്മൾ കണ്ടതാണ്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ടെസ്റ്റ് ob.test_10 എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് എന്ന ഫങ്ഷനെ വിളിക്കുന്നത്. ഇവിടെ ഈ കിടക്കുന്നത് ആണ് ആക്ച്വൽ വാല്യൂ, ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയും. ഈ പാരാമീറ്ററിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഈ എയിലേക്ക് വരുന്നത്. പാരാമീറ്റർ, ദിസ് ഈസ് നോൺ ആസ് ഫോർമൽ പാരാമീറ്റർ. ദിസ് ഈസ് നോൺ ആസ് ഫോർമൽ പാരാമീറ്റർ. അപ്പോൾ ഈ 10ൻ്റെ ഒരു കോപ്പി മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഒറിജിനൽ വാല്യൂ അതിൻ്റെ റെഫറൻസ് ആയിരിക്കില്ല നമ്മൾ ഒരിക്കലും അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫങ്ഷനിൽ അല്ലെങ്കിൽ മെത്തേഡിൽ വരുത്തുന്ന ചേഞ്ചസ് ഒന്നും ഇത് വിളിച്ചതാരാണോ അവിടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതാണ് കോൾ ബൈ വാല്യൂ. ഇനി കോൾ ബൈ റെഫറൻസ് ഉണ്ട്. കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എ കോപ്പി ഓഫ് ദി ഒറിജിനൽ തിങ് നമ്മളിവിടെ ഒറിജിനലിലേക്ക് ഉള്ള ഒരു റെഫറൻസ് കൊടുക്കുന്നു. അതായത് ഒറിജിനൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റ ഇരിക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് എ എങ്കിൽ എ ഇരിക്കുന്ന ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സോ വി ആർ ഗിവിങ് എ റെഫറൻസ് ടു ആക്സസ് ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും ഇപ്പം മെയിനിനും നമ്മുടെ ഫങ്ഷനും ഒക്കെ എയിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എയിൽ ഫങ്ഷൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി A+5 എന്നാക്കുകയാണെങ്കിൽ അത് മെയിനിന് കാണാൻ പറ്റും. മെയിൻ ഇപ്പോൾ A-5 എന്നാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫങ്ഷനും കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് കോൾ ബൈ റെഫറൻസ്. നമ്മളിവിടെ ആക്ച്വൽ വാല്യൂസ് അല്ല അയക്കുന്നത്, നമ്മൾ ഒരു റെഫറൻസ് ടു ദി ആർഗ്യുമെൻ്റ് ആണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചേഞ്ച് പാരാമീറ്റേഴ്സിൽ വരുത്തിയാലും അത് കോൾ ചെയ്തെടുത്തും റിഫ്ലക്റ്റ് ആകും. ദിസ് ആർ ദി 2 മെയിൻ ആർഗ്യുമെൻറ്റ് പാസിംഗ് മെത്തേഡ്സ്, കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ടേക്കുള്ളത് കേൾക്കാൻ. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പാരാമീറ്ററായിട്ട് എങ്ങനെ അയക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അയക്കുമ്പോൾ പാസ് ചെയ്യുമ്പോൾ ഓൾവേസ് ദേ ആർ പാസ്ഡ് ബൈ റെഫറൻസ്. അതായത് കോൾ ബൈ റെഫറൻസ് വഴിയാണ് അതിനെ എപ്പോഴും ഒരു ഒബ്ജക്റ്റിനെ എപ്പോഴും പാസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ വരുന്ന ചേഞ്ചസ് എല്ലാം
റിഫ്ലക്റ്റഡ് ആയിരിക്കും എല്ലാവർക്കും. അതാണ് കോൾ ബൈ റെഫറൻസിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. സോ നമുക്ക് ഒബ്ജക്റ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ കോൾ ബൈ റെഫറൻസ് വഴിയായിരിക്കും പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. എയും ബിയും ഇൻസ്റ്റൻസ് വേരിയബിളാണ്. ദിസ് ഈസ് ദ കൺസ്ട്രക്ടർ. ഇവിടെ ഒരു മെത്തേഡാണ് ഈക്വൽസ് എന്ന് പറയുന്ന മെത്തേഡ്. അതിൻ്റെ റിട്ടേൺ ടൈപ്പാണ് ബൂളിയൻ. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ് ടെസ്റ്റ് ഒ. ഇഫ് ഒ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ ആൻഡ് ഒ ഡോട്ട് ബി ഈക്വൽ ടു ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒ ഒരു ഒബ്ജക്റ്റാണ്. നമുക്ക് ഇവിടെ കണ്ടോ, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ അങ്ങനെ തന്നെയാണ് നമ്മൾ അയക്കാനായിട്ട്, നമ്മൾ പാരാമീറ്ററായിട്ട് അയക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു പാസ് ഒ ബി എന്ന് പറയുന്നൊരു ക്ലാസ്, അതിൻ്റെ ഉള്ളിൽ മെയിനുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, OB1. അതിൻ്റെ OB1 എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നു. എയിൽ 100 എന്നാണ് വാല്യൂ, ബിയിൽ 22 എന്ന വാല്യൂവും കോപ്പി ചെയ്യുന്നു. സോ ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് 100 എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ കോപ്പി ടു ഐ എന്ന ഫോർമൽ വാല്യൂ, 22 എന്ന ആക്ച്വൽ വാല്യൂ കോപ്പി ടു ജെ എന്ന ഫോർമൽ വാല്യൂയിലേക്ക് കോപ്പി ചെയ്യുന്നു. ആ 100 എന്ന് പറയുന്നത് എയിലേക്കും 100 എന്ന് പറയുന്നത് എയിലേക്കും 22 എന്ന് പറയുന്നത് ബിയിലേക്കും കോപ്പി ചെയ്യുന്നു. ഇനി അടുത്ത ഒബ്ജക്റ്റിനെ കോൾ ചെയ്യാണ്. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് OB2 ആണ്. അതും അടുത്ത ഒബ്ജക്റ്റ് OB2. അതിൻ്റെ അകത്തും സെയിം വാല്യൂ ആണ്, A ഈക്വൽ ടു 100, B ഈക്വൽ ടു 22. രണ്ടും സെയിം വാല്യൂസാണ്. അടുത്തത് OB3 ആണ്. OB3ന് വാല്യൂ വ്യത്യാസമുണ്ട്. A ഈക്വൽ ടു -1, B ഈക്വൽ ടു -1 എന്നാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ഈക്വൽ ആണോ എന്ന് നോക്കുന്ന ഒരു ഫങ്ഷനാണിത്. സോ OB1 ഡോട്ട് ഈക്വൽസ് OB2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് OB1 ആണ് വിളിക്കുന്നത്, അതിൻ്റെ പാരാമീറ്റർ മാത്രമാണ് OB2. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടേക്ക് നമ്മൾ വരും. ഇഫ് O ഡോട്ട് എ എന്ന് പറഞ്ഞാൽ OB1ൻ്റെ എ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ O ഡോട്ട് എ എന്ന് പറയുമ്പോൾ OB2 അല്ലേ ഇവിടെ കിടക്കുന്നത്. സോ OB2 ഡോട്ട് എ ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വിളിച്ചേക്കുന്നത് OB1 ആണ്. സോ OB1ൻ്റെ എ എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ OB1 ഡോട്ട് എ. സോ നമ്മൾ നോക്കും 100ഉം OB2ൻ്റെ എ എന്ന് പറയുന്നത് 100, രണ്ടും സെയിം ആണ്. സോ ദിസ് ഇസ് ട്രൂ. നെക്സ്റ്റ് OB1 ഡോട്ട് ഈക്വൽസ് OB3. OB1 ഡോട്ട് ഈക്വൽസ് OB3 ആണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ OB1 ആണ് വിളിക്കുന്നത്. OB3 ഇവിടെ എത്തുമ്പോൾ OB3ൻ്റെ എ എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഈക്വൽ ടു എ. വെറും എ എന്ന് പറഞ്ഞാൽ OB1ൻ്റെ എ ആണ്. OB1ൻ്റെ എ എന്ന് പറഞ്ഞാൽ 100 ആണ്. സോ ദിസ് ഇസ് നോട്ട് ട്രൂ. സോ ദിസ് വിൽ ഗിവ് എസ് ഫാൾസ് എന്ന ആൻസർ കിട്ടും. സോ ഫസ്റ്റ് വൺ ഇസ് ട്രൂ, സെക്കൻഡ് വൺ ഇസ് ഫാൾസ് എന്ന ആൻസർ കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ അത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ദിസ് ഡോട്ട് എ യൂസ് ചെയ്യാം. അത് വെറുതെ എന്ന് എഴുതുന്നതിന് പകരം ഇപ്പോൾ ഇത് വിളിച്ചത് OB1 ആണ് വിളിച്ചതെങ്കിൽ OB1ൻ്റെ എ OB1ൻ്റെ ബി എന്നറിയാൻ വേണ്ടിയിട്ട് ദിസ് ഡോട്ട് എ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റിൽ വി വിൽ ഗെറ്റ് ദി സെയിം ആൻസർ. സോ നെക്സ്റ്റ് വി ക്യാൻ യൂസ് ഒബ്ജക്റ്റ് ടു ഇനീഷ്യലൈസ് അനദർ ഒബ്ജക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് വേറൊരു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാം. സോ ഹിയർ ബോക്സ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ടറാണ് ഈ കിടക്കുന്നത്. സോ ഹിയർ ബോക്സ് ഡെമോൻ്റെ അകത്ത് വി ഹാവ്
two particular objects of box B1 എന്ന് പറയുന്നത് it points to a new box of 10, 20 and 15ലേക്ക് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. B2 equal to new box of B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 will be pointing to the same. B2 ഇതിലേക്ക് തന്നെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. So B2 will be pointing. So here B2 equal to new box of B1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി, സെയിമിലേക്ക് കോപ്പി ചെയ്യുന്നതല്ല, ഇങ്ങനെയല്ല, ഇത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ കോപ്പി ചെയ്ത് നമ്മൾ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. സോ ഇവിടെ ബോക്സ് B1 B2 B2ൽ 10, 20, 15 എന്ന സെയിം വാല്യൂ ആയിരിക്കും, രണ്ട് ഒബ്ജക്റ്റ് ആയിരിക്കും. സോ B2 എന്ന് പറയുന്നത് ക്ലോൺ ഓഫ് B1 ആയിരിക്കും. ഒബ്ജക്റ്റ് B2 ഈസ് ഇനീഷ്യലൈസ്ഡ് യൂസിങ് ഇനീഷ്യൽ വാല്യൂ ഓഫ് ഒബ്ജക്റ്റ് B1. സോ നമുക്ക് ഫങ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാം. സാധാരണ ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ബി പാസിങ് ആസ് വാല്യൂസ്. ഒബ്ജക്ട്സ് പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഒബ്ജക്ട്സ് നമ്മൾ പാസ് ബൈ റെഫറൻസ് ആയിട്ടും സാധാ വാല്യൂസ് നമ്മൾ പാസ് ബൈ വാല്യൂ ആയിട്ടുമാണ് പാസ് ചെയ്യുന്നത്. സോ ഹിയർ ദിസ് ആൻ എക്സാമ്പിൾ. ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്, ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ടറാണിത്. കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ഇറ്റ് ആസ് എ പാരാമീറ്റർസ് O എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് ടെസ്റ്റിൻ്റെ തന്നെ. കാൽക്കുലേറ്റ് ഇൻഡ് A, ദിസ് A വിൽ ബി പാസ്ഡ് as വാല്യൂ ആൻഡ് O വിൽ ബി പാസ്ഡ് as ആർഗ്യുമെൻറ്റ്. സോ മെയിനിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് OB ഈക്വൽ ടു ന്യൂ ടെസ്റ്റ് ഓഫ് 15 എന്ന് പറയുമ്പോൾ ദിസ് വിൽ കോൾ ദി കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നു. സോ ദിസ് വിൽ കോൾ ദി കൺസ്ട്രക്ടർ. എയിൻ്റെ വാല്യൂ 15 ആക്കി വയ്ക്കുന്നു. ഇനി ബിഫോർ കോൾ OB ഡോട്ട് A എന്ന് പറഞ്ഞാൽ 15 എന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ബിഫോർ കോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 15 എന്ന് തന്നെ ഔട്ട്പുട്ട് കിട്ടും. ഇനി നമ്മൾ OB ഡോട്ട് കാൽക്കുലേറ്റ് ഓഫ് OB കൊടുക്കുകയാണ്. സോ നമ്മൾ ഇവിടെ എത്തി. വോയിഡ് കാൽക്കുലേറ്റ് ഓഫ് ഇൻഡ് A എന്ന് പറയുമ്പോൾ A ഈക്വൽ ടു A ഇൻറ്റു 2, ദാറ്റ് ഈസ് 15 ഈക്വൽ ടു 15 ഇൻറ്റു 2, ദാറ്റ് ഈസ് ആഫ്റ്റർ കോൾ OB ഡോട്ട് A എന്ന് പറയുന്നത് 30 ആവുന്നു. ഇനി വീണ്ടും ഇൻഡ് A ഈക്വൽ ടു 15 ചെയ്യുന്നു. അഗെയിൻ ബിഫോർ കോൾ 15 ആണ് വാല്യൂ. OB ഡോട്ട് കാൽക്കുലേറ്റ് ഓഫ് A എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ വി ആർ കോളിംഗ് ബൈ വാല്യൂ. സോ നമ്മൾ ഇതിനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ ആഫ്റ്റർ കോള് A ഈക്വൽ ടു, ആഫ്റ്റർ കോൾ Aനെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പുറത്തേക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആഫ്റ്റർ കോൾ Aൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 എന്ന് തന്നെയായിരിക്കും കമ്പൈലർ നോക്കുമ്പോൾ കാണുന്നത്. So we can also return objects. A method can return any type of data. ഇപ്പോൾ ഇൻറ്റ് ഫ്ലോട്ട് പോലത്തെ പ്രിമിറ്റീവ് ഡാറ്റേനെ റിട്ടേൺ ചെയ്യാം, ഒരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാം, ഏത് ടൈപ്പിനെ വേണമെങ്കിലും റിട്ടേൺ ചെയ്യാം. സോ ദിസ് ഈസ് എ പ്രോഗ്രാം. ഹിയർ വി ആർ റിട്ടേണിങ് എ ഒബ്ജക്റ്റ്. ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ടറാണ് ഇൻഡ് എന്ന് പറയും. ടെസ്റ്റ് ഇൻഡ് I എന്ന് പറയുന്നൊരു പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ. ദെൻ ടെസ്റ്റ് ഇൻക്രീസ് എന്ന് പറയുന്നൊരു ഫങ്ഷനുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് A + 10 ആണ് ചെയ്യുന്നത്. റിട്ടേൺ ടെമ്പ് ചെയ്യുകയാണ്. ഇവിടെ വേറൊരു ക്ലാസ് ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് മെയിനുണ്ട്. ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ടെസ്റ്റ് വേറൊരു ഒബ്ജക്റ്റൂടെ ക്രിയേറ്റ് ചെയ്തു. OB2 ഈക്വൽ ടു OB1 ഡോട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ if we try to print OB1 ഡോട്ട് A എന്താണെന്ന് പ്രിൻ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഇനി
OB2.Aനെ പ്രിൻ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത് വീണ്ടും വിളിക്കുകയാണ് എങ്കിൽ OB2 എന്ന് പറഞ്ഞാൽ OB1 ഡോട്ട് ഇൻക്രീസ് കോളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 12 എന്ന വാല്യൂ എയിന് വന്നിട്ടുണ്ടാകും. സോ 12 എന്ന വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യുന്നു. സോ ഇൻക്രീസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് പിന്നെയും ഒന്നുകൂടി കോൾ ചെയ്യുകയാണെങ്കിൽ 12 + 10 22 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആകുന്നു. This is how it works. So that's all for now. Thank you so much.